ഹലോ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഫസ്റ്റ് ഒരു കട്ടൻ ചായ, റസ്ക്, പിന്നെ അതിൻ്റെ കൂടെ അപ്പം ഉണ്ടായിരുന്നു, പൊരിച്ചുമീൻ ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു കഴിച്ചത്. പിന്നെ എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗെറ്റ് റെഡിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെർമാഡോക്കിൻ്റെ നൈസിനിമിക് ആസിഡിൻ്റെ സെറമാണ്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അക്വലോജിക്കയുടെ നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ടായിരുന്നു, പപ്പായയുടെ ഫ്ലേവറിലുള്ള ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സെറം അപ്ലൈ ചെയ്യുന്നത്. ഈ സെറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഡെർമാഡോക്കിൻ്റെ സെറം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. 3-4 മാസം കൊണ്ട്, 3-4 ഒരു 7 മാസം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. ഇത് 30 ml 358 rupees അങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റിൽ പറഞ്ഞാൽ മതി ഗൈസ്. പിന്നെ ഞാൻ ഇതെന്ന് വെച്ചാൽ അക്വലോജിക്കയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് 200 ഗ്രാമാണ്. പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ് അവരത്. ഞാൻ buy 1 get 1 ഓഫറുള്ള സമയത്താണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാറ്. ആ ഒരു ടൈമിലാണ്. കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. ഇതും പിന്നെ ഒരു സൺസ്ക്രീനും കൂടെയാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ തന്നെ അക്വലോജിക്കയുടെ തന്നെ ഒരു ഡീറ്റാൻ ഉള്ളൊരു സൺസ്ക്രീനാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളെ സ്കിന്നെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കും. പിന്നെ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. കൂടുതലും അതിൻ്റെ പപ്പായ ഫ്ലേവറാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ ഈ ഫേസ് വാഷ് ആയാലും ഈ ഒരു മോയ്സ്ചറൈസർ ആയാലും ഇതാണ് ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ സൺസ്ക്രീൻ വരുമ്പോഴത്തേക്കും ഡീറ്റാൻ, അതായത് ഇപ്പോൾ ഇടാൻ പോകുന്ന ഈ ഒരു സൺസ്ക്രീനാണ് അടിപൊളിയായിട്ടുള്ളത്. ഡീറ്റാൻ സൺസ്ക്രീൻ അടിപൊളിയാണ് ഗൈസ്. ഇതിൽ റിവ്യൂ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരു അടിപൊളി സൺസ്ക്രീനാണ് ഗൈസ്. നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യും. അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനത്തെ ചില വട്ടുകളുണ്ട്, അപ്പം അതൊക്കെ നിങ്ങൾ സഹിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് സൺസ്ക്രീനൊക്കെ 3 ഫിംഗർ വെച്ചിടുകയാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് കൈ വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ ആരോ പറഞ്ഞ് 3 ഫിംഗർ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്യാതിരിക്കുക സൺസ്ക്രീൻ. കാര്യം നമ്മളെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായി ഇവിടെ നിൽക്കുകയാണ് പോകാൻ വേണ്ടി. ഇതാണ് എൻ്റെ വാപ്പച്ചി ഇവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വാപ്പച്ചി എടുത്ത് കഥ കഴിക്കാൻ പോയതാണ്. വെള്ളം കുടിക്കണല്ല, പനിയാ? ഒന്നാരി ഇതാരി? അത് വാപ്പച്ചി. അപ്പൊ ഇതാരി? ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരട്ടാ. വാപ്പച്ചിയോടെ പോണേ, ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. അങ്ങനെ ഞാൻ വാപ്പച്ചെടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വാവയുടെ വീട്ടിൽ വന്ന് അവളെ കാത്ത് നിൽക്കുകയാണ്. അവളും ഞാനും കൂടെയാണ് ഗൈസ് പോകുന്നത്. അവൾ ഇതുവരെ വന്നില്ല, കള്ളി ഇതുവരെ വന്നില്ല ഗൈസ്. നമ്മളിവിടെ നിൽക്കുകയാണ്. പിന്നെ അവളെ എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ 2 പേരും കൂടെ യാത്രയായി. കാര്യം ഫസ്റ്റ് നമുക്ക് ബാങ്കിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞൊരു ഫ്രെയിം വാങ്ങാൻ പോകണം, പരവൂർ പോകണം. അപ്പം നമ്മൾ യാത്രയാവുകയാണ്. നമ്മൾ 2 പേരും കൂടുതലും ഒരുമിച്ചാണ് പോവാറ്. പിന്നെ നമ്മൾ ബാങ്ക് എത്തി ഗൈസ്. കാര്യം അവർ പറഞ്ഞു വിട്ടു, അവർ റിക്വസ്റ്റ് ചെയ്താൽ വേണ്ടി പറഞ്ഞു വിട്ടു. നമ്മൾ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഗൈസ്. ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ അങ്ങോട്ടിട്ടോടിച്ച് ഇങ്ങോട്ടിട്ടോടിച്ച് അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഇറങ്ങി. വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിശപ്പൊക്കെ കടിച്ച് പിടിച്ച് ഞാനും അവയും കൂടെ പരവൂർ പോണ വഴിക്കാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ വർക്കല ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്
സ്പോട്ടാണ്. ഇത് കാപ്പിൽ ബീച്ചാണ്. അപ്പുറം കായലും ഇപ്പുറം കടലും. ബെസ്റ്റ് സ്പോട്ടാണ് ഗൈസ്. നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ എന്തോ പറയുന്ന അവിടെ നിന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോവും. അടിപൊളിയാണ് ഗൈസ്. ഇതിൽ കൂടെ പോകുമ്പം എനിക്ക് തന്നെ ചില സമയത്ത് ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായി നോക്കിപ്പോവും. കാരണം അത്ര ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടി. നല്ല രസമാണ്. നമ്മൾ രണ്ടുപേരോടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. നമ്മൾ ഫ്രെയിമൊക്കെ വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ പിങ്കിയുടെ വീട്ടിൽ കൂടെ കയറണമെന്ന്. അപ്പോൾ ആ ഒരു പ്ലാനോടുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ പിങ്കിയുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കള്ളോണ്ട് നമ്മൾ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത്. കാണിച്ചു അവക്കൊരു വീടൊക്കെ ഉണ്ട്. ആമ്പൽക്കുളം ഉണ്ട്. പിന്നീട് ആമ്പൽക്കുളമാണ് ഗൈസ്. പിങ്കിതാവന്ന്. ഹലോ എവിടെ പോയോ? എവിടെ പോട് അല്ലേ? പിങ്കിയുടെ സ്കൂട്ടിതോ പിങ്കിയുടെ തേങ്ങ നാടക്കുന്നു. ഹലോ ഗൈസ് പറ അമീനെ ഇതാണ് മാമാടെ മോൻ അല്ലമീൻ. എനിക്ക് മൂത്ത ഒരു സാധനം കൂടെ ഉണ്ട്. അത് അബ്ദുൾ മജീദ്. അത് വന്നില്ല. ഇന്നലെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ ഇൻട്രോവേർട്ടാണ്. സ്ക്രീനിൽ മാത്രം ഇൻട്രോവേർട്ടാണ്. അല്ലാതെ അവൻ ഓക്കെയാണ്. മിണ്ടുന്നില്ല. പാട്ടൊക്കെ പാടുന്നതാണോ കേൾക്കാനുള്ളത്? ആണോ നിനക്ക്? യൂട്യൂബിലിടും വരും. നാൻസി പിന്നെ പറയും അതാ അമ്മീ ദോ നിക്കുന്നു. ഹായ് പറഞ്ഞു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. 55 എന്ന് പറഞ്ഞ അമ്മീന് 55 ആ പല്ല് വിടവില്ലാത്ത ആളെ നോക്കിട്ട് അവിടെ ചെന്നിട്ട് എൻ്റെ പരിപാടി ഇതായിരുന്നു ഗൈസ്. കാര്യം ഇത് കണ്ടോ നിങ്ങൾ? ഇതാരാണെന്ന് നിങ്ങൾ കണ്ടോ? പിങ്കി ജാക്കിർ, സഹന ജാക്കിർ. പിങ്കിയുടെ ഉമ്മായും അപ്പായും ഉണ്ട്. അതാരെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് പണ്ട് പിങ്കി നല്ല തടിയുണ്ടായിരുന്നു. 80 കിലോ പിങ്കിക്ക് ഉണ്ടായിരുന്നു. പിങ്കിക്ക് ഇതാ ആരോ എന്തോ കൊടുക്കുന്നു. എന്തോന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ആരെന്ന് നോക്കൂ. ഈ ആളാണ് ഈ ആള്. ഇതിന്റെ രഹസ്യം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാന് എന്റെ യഥാർത്ഥ പേരാ അപ്പൊ ഞാന് നീ പൊടി കൊരങ്ങി കഥ പറഞ്ഞെടുത്താണ്. പാത്തുമാക്ക് കേക്കുമാക്ക് ഒരു കോഴിയമ്മക്ക് എത്ര മക്കള്? 2 മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് നീ ഓർമ്മയുള്ളത് പറ മീനെ. ഓർമ്മയുള്ളത് മാത്രം പറഞ്ഞാ കുറച്ചിങ്ങനെ ഓർത്ത് പറ. ഓർത്ത് പറ. ഒരു കോഴിയമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് ഒന്നിന്റെ പേര് പറ. കോഴിയമ്മ ഒരു ദിവസം ഡോക്ടറിന്റെ അടുത്ത് പോയ ഡോക്ടറിന്റെ അടുത്ത് വലിച്ചെന്നെ പറ. കോഴിയമ്മ പറഞ്ഞ് എനിക്ക് 2 മക്കളുണ്ട്. ഒന്നിന്റെ പേര് ഒന്നിന് പേര് ഡോക്ടർ പറഞ്ഞ് ഒന്നിന്റെ പേര് വിളിക്കുന്ന ആക്ക് വിളിക്കുന്നത്. അപ്പൊ മക്കളെ ഈ ഞാൻ ചോദിക്കട്ടെ, അപ്പം വീട്ടിലൊക്കെ പേര് വിളിക്കുമ്പോ
ഇങ്ങനെ വിളിക്കും. നീ കിടന്ന് വിഷമിക്കാതാ. ഒരമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. അയ്യേ വിളിക്കല്ല. അപ്പൊ നീ ഇപ്പൊ പേര് പറഞ്ഞേ എന്തിനാ? അപ്പൊ കോഴിയമ്മ വിളിക്കും. ഒരമ്മ ഇങ്ങനെയൊക്കെ പറ്റും. കുക്കു. അതെന്തോ ഒരു വിളിയത്? കൊക്കോന്ന് വിളിക്കുമ്പോ കോഴി ഓടിക്കൊണ്ട് വരും. അമീനെ ഒരു വാലും കൂടെ ഉണ്ടായ ആരാവും ഈ ചേച്ചി? ഒരങ്ങനെ. ഈ താത്ത. അതിവള്. ആരിവള് എല്ലാരും സഹന അപ്പൊ നീ കൊരങ്ങനാവും. അമീനെ വോഡാഫോൺ എവിടെ? അത് സിമ്മിന്റെ പേരാണ് അമീനെ. അപ്പൊ ഇതേത് ഫോണ്? അപ്പൊ ഇതേത് ഫോൺ അമീനെ? ഇതേത് ഫോൺ? അല്ല ഇതിന്റെ പേരെന്തിര്? ഐഫോൺ. അപ്പൊ ആ കയ്യിരിക്കുന്നത് അത് ശരിയായില്ല. ഇതിന്റെ പേര് എയർടെൽ ഫോൺ. ഓക്കെ, നല്ല ശരിയാവും. മോനെ സിമ്മിന്റെ പേരാണ്. ഗൈസ് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുക, പുതിയ ഫോൺ ലോഞ്ച് ചെയ്തേക്കുന്നു. പ്രൊഡ്യൂസ്ഡ് ബൈ അമീൻ. എയർടെൽ. ഇത് ഐഫോൺ, ഇത് വോഡാഫോൺ ആണ്. അങ്ങനെ നമ്മൾ പിങ്കിയുടെ വീട്ടിൽ വെച്ച് ഒരാളെ കണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ഷംനാദ്. ഷംനാദിൻ്റെ മുടിയൊക്കെ ഇന്ന് പോയി അവൻ കളർ ചെയ്ത് ഗെറ്റപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഫുഡും കൊണ്ട് വന്നതാണ്. നമുക്ക് ഷേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്ട്രോബെറി ഫ്ലേവറും അവൾക്ക് നോർമൽ ഫ്ലേവറും ആണ്. അവൻ കാണിക്കുന്ന അവളെയാണ്. അവളെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അവൾ ഉടനെ ഇടുന്നതായിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയെന്ന് വെച്ചാൽ എൻ്റെ മാമായുടെ വീട്ടിലാണ്. എൻ്റെയും വാവയുടെയും മാമായുടെ വീട്ടിലാണ് പോയത്. നമ്മൾ രണ്ടുപേരും കസിൻസ് അല്ലേ. അപ്പോൾ നമ്മൾ മാമായുടെ വീട്ടിലാണ് നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മുച്ചിതോ ഇറങ്ങി വരെയാണ്. കാര്യം എന്ന് വെച്ചാൽ മാമ ഇന്നലെ വിളിച്ച് നമ്മളെല്ലാവരെയും ഫുഡ് കഴിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. പുറത്തടുപ്പിൽ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമാണ് ചെയ്തുകൊണ്ടിരുന്ന. അങ്ങനെ ഞാൻ പോയി സഹായിച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതൊക്കെ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അച്ചാറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്, നെച്ചോറുണ്ട്, പിന്നെ എന്താ സൈഡ് സലാഡ് എല്ലാം നല്ലതായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതായി ഒരു എന്താണ് ഫ്രൂട്ട് സലാഡ് കഴിച്ചു. അവിടെ ഉള്ളൊരു കൊച്ചു കുട്ടനാണിത്. ഇന്ന് ഫുൾ ഉറക്കമായിരുന്നു. ഒരു വിധത്തിൽ എണീക്കുന്നില്ലായിരുന്നു. ഞാൻ വരുന്നവരെ ഉറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തി. രാത്രിയായി വീടെത്തിയപ്പോഴേ പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ രാവിലെ ചെയ്ത സെയിം തന്നെയാണ്. സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സെറം അപ്ലൈ ചെയ്തു. പിന്നെ എന്താണ് മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ സൺസ്ക്രീൻ ഇടണ്ടല്ലോ, നമ്മൾ രാത്രിയാണല്ലോ. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.